ഒരു വാർത്ത കണ്ടല്ലോ, രണ്ടാൾക്കാർ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു കെട്ടിടത്തിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ കയറിയെന്ന് പിന്നെ അവരെ അറസ്റ്റ് ചെയ്തു. അവർ വിവാഹം കഴിക്കാനല്ല, അവരുടെ എൻഗേജ്മെൻറ്റ് അങ്ങനെയാണ് അവർ പ്രഖ്യാപിച്ചത്. ഇത്തരം കാഴ്ചകൾ കാണാൻ ആൾക്കാരുള്ളതും കൂടെ അല്ല ഇതിൻ്റെ പ്രശ്നം. അല്ല, അത് ശരിയാണ്. ഈ പറഞ്ഞ മാതിരി ഈ ഡിജിറ്റൽ യുഗം വരെയും വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ആരാ ക്യാമറാമാൻ അല്ലാത്തത്? എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്, എല്ലാവരും വീഡിയോഗ്രാഫേഴ്സാണ്, എല്ലാവരും റിപ്പോർട്ടേഴ്സുമാണ്. ഇപ്പം എവിടെയെങ്കിലും ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിത്രീകരിക്കാൻ പുറപ്പെടുന്ന ആളുകളുടെ ശല്യം കൊണ്ട് അപകടത്തിൽപ്പെട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ പ്രയാസമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം കാണാൻ ആളുണ്ട് എന്നുള്ളതാണ് ഇതിലുള്ള പ്രശ്നം. സെൻസേഷണൽ ആയിട്ടുള്ള എന്തും നമ്മളെ ആകർഷിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഒരു ആസ്വാദന ശേഷി അതപ്പതിച്ച് പോയിട്ടുണ്ട്. കാരണം സലീമേട്ടൻ മരിച്ചപ്പോൾ സമയത്ത് തന്നെ മോൻ കിടന്ന് വേളം വെച്ചില്ലേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ കൂട്ടുന്നത്? അപ്പോൾ ആ ഒരു മനോനിലയെ നമ്മളങ്ങനെ താന്നുപോയി എന്ന് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. ഇതെന്താ നമ്മളിങ്ങനെ ഒരു ദുരന്തം കാണുമ്പം, അല്ലെങ്കിൽ ഒരു കൊലപാതകം കാണുമ്പം, അല്ലെങ്കിൽ സമൂഹത്തിന് അയ്യേ എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നടക്കുമ്പം അതിൻ്റെ ഒരു വീഡിയോ കണ്ടു കാണാൻ നമ്മൾ ത്രില്ലടിക്കുകയും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് പകർത്തിയിട്ട് ഒട്ടനെ നേരെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ താന്നു പോയല്ലോ എന്ന് പൊതുസമൂഹം സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. നോമോഫോബിയ എന്ന് പറഞ്ഞിട്ടൊരു ടെർമിനോളജി ഉണ്ട്. നമ്മുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് പോയി കഴിഞ്ഞാൽ അതൊക്കെ എനിക്കും പറ്റാറുണ്ട് കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് ഫോൺ കാണാതെ ആകുമ്പോഴേക്കും അയ്യോ ദൈവമേ, ആരെങ്കിലും വിളിച്ചാലോ എന്ത് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ നമ്മുടെ കയ്യിലില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷൻ, ആ ടെൻഷനൊക്കെ നമ്മുടെ ഒരു അവിഭാജ്യ ഘടകം എന്നുള്ള രീതിയിലേക്ക് നമ്മളതിനെ മാറ്റുന്നതുകൊണ്ടാണ്. അങ്ങനെ ആകണം, പക്ഷേ അത് വല്ലാണ്ട് അമിതമാകരുത് എന്ന് മാത്രമേ ഉള്ളൂ.